ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനപ്രതിനിധികളാകാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട, വായിച്ചിരിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് കാണാനിടയായി. മുൻ ജഡ്ജിയായിട്ടുള്ള എസ് സുദീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഈ വരികൾ ജനപ്രതിനിധികളായവർ നിർബന്ധമായും കേട്ടിരിക്കണം അഥവാ വായിച്ചിരിക്കണം. കാര്യം, ഒരു ജനപ്രതിനിധി ആയി കഴിയുമ്പോൾ അത് മത്സരിക്കുന്നവരിൽ വിജയിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ തോൽക്കുന്നവരാകട്ടെ, ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചിരിക്കണം. നിരാലംബരായ മനുഷ്യരെ തിരിച്ചറിയേണ്ടിയിരിക്കണം. അതിനെ മുൻനിർത്തിയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം വടുതലയിലെ വാടക വീട്ടിൽ 3 മക്കളും അമ്മയും മകളും ആത്മഹത്യ ചെയ്ത വാർത്തയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിട്ടിരിക്കുന്നത്. ഉള്ളു പൊള്ളാതെ അത് വായിച്ച് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ പോസ്റ്റിനെ ജനം അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം എന്നുള്ള രീതിയിൽ അതിനെ ചെറിയൊരു വാർത്തയാക്കി മാറ്റുന്നത്. എസ് സുദീപ് കുറിച്ച വരികൾ ദേ ഇങ്ങനെയാണ്: ആരു ജയിച്ചാലും തോറ്റുപോകുന്ന ചില മനുഷ്യരുണ്ട്. എറണാകുളം നഗരത്തിൽ ഒരു വീട്ടിലെ 5 പേർ മരിച്ച വാർത്തയുമായാണ് രാവിലെ പത്രങ്ങൾ എത്തിയത്. 3 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം അമ്മയും അമ്മുമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വേർപെട്ട് കഴിഞ്ഞ അച്ഛൻ കരൾ രോഗബാധിതനായിരുന്നു. 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു. കുടുംബത്തിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകന്റെ ചികിത്സയ്ക്കായി എറണാകുളത്ത് വന്നു. ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ട കുടുംബം അവരുടെ അടഞ്ഞുകിടക്കുന്ന വീട് 2 മാസത്തേക്ക് 5 ആൾക്കും വാടകയ്ക്ക് നൽകി. എറണാകുളത്ത് വന്ന ശേഷം മൂത്തയാൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. വാടക വീട് ഒഴിയേണ്ട സമയമാകുന്നു. 3 ആൾക്കും പഴച്ചാറിൽ വിഷം കലർത്തി നൽകിയ ശേഷം അമ്മയും അമ്മുമ്മയും ആത്മഹത്യ ചെയ്തു. 2 ദിവസം കഴിഞ്ഞാണ് പുറം ലോകം അറിയുന്നത്. ചാനൽ വാർത്ത വരുമ്പോൾ മാത്രം അയൽക്കാരും. 14കാരൻ പുതിയ ഷെർവാണി അണിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. 5ഉം 2ഉം വയസ്സുകാർ പുത്തൻ ഉടുപ്പുകളിട്ട് ഫാൻസി കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ്. അതെല്ലാം അണിയിക്കവേ ആ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ആഹ്ലാദിച്ചിരിക്കും. അവരുടെ ചിരി കണ്ട് അമ്മയും അമ്മുമ്മയും നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടാവും. എന്തിനാണ് അമ്മേ കരയുന്നതെന്ന് ചോദിക്കാൻ തക്ക വാക്കുകൾ കിട്ടാതെ ഇളയവൾ തപ്പിത്തടഞ്ഞിട്ടുണ്ടാവും. പിന്നെ പഴച്ചാർ ചുണ്ടോടടുക്കുമ്പോൾ പിന്നെയും ചിരിച്ചിട്ടുണ്ടാവും. 3 ആളെയും വയറ്റിൽ ചുമന്ന 30 മാസങ്ങൾ, ഓരോ ചിരിയും കരച്ചിലുമെല്ലാം അമ്മയുടെ കൺമുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ അമ്മയെ പ്രസവിച്ച മറ്റൊരമ്മയും. മറ്റൊരു വഴിയുമില്ലാതാകുന്ന മനുഷ്യർ. നിസ്സഹായതയുടെ മൂർധന്യത്തിൽ നമുക്ക് ചുറ്റും അവരുണ്ടായിരുന്നെന്നും ഇനിയുമുണ്ടെന്നും തിരിച്ചറിയാത്ത നമ്മൾ. ഭൂമി എന്ന വാടക വീട്ടിലെ വാടക ചീട്ടിന്റെ കാലാവധി കഴിയും മുൻപേ ഒഴിഞ്ഞു പോകുന്നവർ. തോൽക്കാൻ വിധിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ ജയിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ. എനിക്കും നിങ്ങൾക്കും, കക്ഷിഭേദമന്യേ നമുക്ക്. ഇതാണ് സുദീപ് സാറിന്റെ കുറിപ്പ്. ജനപ്രതിനിധികളോടൊപ്പം തന്നെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും മറ്റുള്ളവരുടെ ഈ നിസ്സഹായാവസ്ഥയും ജീവിതം നിലച്ചു പോകുന്ന അവസ്ഥ എത്തുമ്പോൾ അത് തിരിച്ചറിയപ്പെടാതെ അവർ കടന്നുപോയി കഴിയുമ്പോൾ അതിൽ ദുഃഖവും ഞെട്ടലുമൊക്കെ രേഖപ്പെടുത്തുന്നതിനപ്പുറം ആ നിസ്സഹായാവസ്ഥയിൽ ഒരു കൈത്താങ്ങായി മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ അതിജീവിച്ചേനെ. അത്തരം മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ കുറച്ച് സമയത്തേക്ക് ജീവിക്കാൻ വന്ന മനുഷ്യരായിട്ടുള്ളവർ പരസ്പരം സഹായങ്ങളായി മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ അതൊന്നും ചിന്തിക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. വെട്ടിപ്പിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ടും ഇതെല്ലാം നാളെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യത്തിൽ എല്ലാം അവസാനിക്കുന്നു. അവിടെയാണ് മനുഷ്യനായിട്ട് ചുറ്റുമുള്ള മനുഷ്യരെ കൂടി കാണണമെന്നുള്ള മികച്ചൊരാശയം ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ സുദീപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. വായിച്ച് കുറേയേറെ പേരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കണ്ണു തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനോളം മനോഹാരിത മറ്റൊന്നില്ല തന്നെ.